കൃപ നിറഞ്ഞവളേ, കൃപ നിറഞ്ഞവളേ, ദൈവത്തിൻ കൃപ നിറഞ്ഞവളേ, വന്നിടുന്നിതാ നിൻ സന്നിധേ, നിൻ മക്കൾ ഞങ്ങൾ ആദരവോടെ. കൃപ നിറഞ്ഞവളേ, കൃപ നിറഞ്ഞവളേ, ദൈവത്തിൻ കൃപ നിറഞ്ഞവളേ, വന്നിടുന്നിതാ നിൻ സന്നിധേ, നിൻ മക്കൾ ഞങ്ങൾ ആദരവോടെ. അണയാ അണയാ അമ്മയ്ക്കരികിൽ ജപമാല ചൊല്ലാം വിനയത്തോടെ. അണയാ അണയാ അമ്മയ്ക്കരികിൽ ജപമാല ചൊല്ലാം വിനയത്തോടെ. വാനദൂതരും ഭൂവാസികളും വാഴ്ത്തിടുന്ന നിർമ്മല കന്നി, വാനദൂതരും ഭൂവാസികളും വാഴ്ത്തിടുന്ന നിർമ്മല കന്നി, കൈക്കുമ്പിളിൽ പൂക്കളുമായി വിശ്വാസമോടെ ഞങ്ങൾ വരുന്നു. കൈക്കുമ്പിളിൽ പൂക്കളുമായി വിശ്വാസമോടെ ഞങ്ങൾ വരുന്നു. അണയാ അണയാ അമ്മയ്ക്കരികിൽ ജപമാല ചൊല്ലാം വിനയത്തോടെ. അണയാ അണയാ അമ്മയ്ക്കരികിൽ ജപമാല ചൊല്ലാം വിനയത്തോടെ. ചങ്ങനാശ്ശേരിയിലെ പാറയിൽ പള്ളിയിൽ നിന്നാരംഭിക്കുന്ന ഈ തീർത്ഥാടനം 4 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ധ്യാനയാത്രയാണ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇത് ഞങ്ങളുടെ 57ാമത് മരിയൻ തീർത്ഥാടനമാണ്. എല്ലാ മാസവും കൃത്യമായിട്ട് നടത്തുന്ന ഒരു തീർത്ഥാടനമാണ്. ചങ്ങനാശ്ശേരി പാറയിൽ പള്ളിയിൽ നിന്നും ആരംഭിച്ച് പട്ടുമല, വേളാങ്കണ്ണി പള്ളി, പൂണ്ടിമാതാ ബസലിക്ക, വാടിപ്പെട്ടി എന്നീ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിച്ച് നടത്തുന്ന ഒരു ധ്യാനമാണ് ഞങ്ങളുടെ പരിപാടി. അപ്പോൾ ഈ പരിപാടി സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ ഒരു യാത്ര എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇതൊരു ധ്യാനമാണ് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. പരിശുദ്ധ അമ്മയുടെ നിർദ്ദേശപ്രകാരം ഓരോ പ്രാവശ്യവും കൃത്യമായ ക്രമീകരണങ്ങളും മാറ്റങ്ങളും വരുത്തി ഏതാണ്ട് പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ധ്യാന ശുശ്രൂഷയായിട്ടാണ് ഇപ്പോൾ ഇത് പുരോഗമിക്കുക. ഇത് 2 സഹോദരങ്ങൾ ആരംഭിച്ച ഒരു ശുശ്രൂഷയായിരുന്നു. അതിലേക്ക് പല ആളുകൾ ക്രമേണ ചേർക്കപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഈ ധ്യാന പദ്ധതികൾ ഇന്ന് പുരോഗമിക്കുകയാണ്. കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ദുരിതഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ജപമാല പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന ഈ തീർത്ഥാടനത്തിൽ ഇവരുപയോഗിക്കുന്ന ജപമാലയ്ക്കും പ്രത്യേകതയുണ്ട്. കർത്താവിൻ്റെ രക്ഷാകര ചരിത്രത്തിൻ്റെ മഹാജൂബിലിയെ ഓർമ്മപ്പെടുത്തുന്ന 2030 മുത്തുമണികളും 7 ഭൂഖണ്ഡങ്ങളെ സൂചിപ്പിക്കുന്ന 7 നിറങ്ങളിലുമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഓരോ തീർത്ഥാടനവും ഒരു വിശുദ്ധീകരണ യാത്രയാണെന്ന് ഇവർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധാമ്മയുടെ നിറസാന്നിധ്യം അനുഭവിക്കുന്ന ഒരു തീർത്ഥാടനം എന്ന നിലയിൽ ഈ ധ്യാന ശുശ്രൂഷ ഇന്ന് ഒത്തിരിയേറെ ആളുകളുടെ ശ്രദ്ധ ലോകം മുഴുവൻ നേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ തീർത്ഥാടന യാത്ര നമ്മളിവിടെ ആരംഭിക്കുകയാണ്. ഇപ്പോൾ പാറിപ്പള്ളിയുടെ അങ്ങനത്തു നിന്നും ആരംഭിക്കുന്ന ഈ യാത്ര ഇനി പട്ടുമല പള്ളിയിലേക്ക് നമ്മൾ യാത്രയാവുകയാണ്.
ബഹുമാനപ്പെട്ട ടോം കളപ്പുരയ്ക്കൽ അച്ഛൻ നേതൃത്വം നൽകുന്ന യാത്രയിൽ തീർത്ഥാടകർക്ക് ആത്മീയ ഉണർവേകുന്ന സ്തുതി ആരാധനയും വചനപ്രഘോഷണവും ഈ ബസ്സിനെ ഒരു ധ്യാന മന്ദിരമാക്കുന്നു. ഓരോ തീർത്ഥാടനവും സ്വർഗീയ യാത്രയായി മാറ്റുന്നത് ഇത്തരം ശുശ്രൂഷകൾ തീർത്ഥാടകർക്ക് നൽകപ്പെടുമ്പോഴാണ് എന്ന് നാം ഓർക്കണം. അവസാന ദിവസം യേശു ശബ്ദം ഉയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന്. വർഗീസ് മാവേലിക്കര നേതൃത്വം നൽകുന്ന വചന സന്ദേശവും അദ്ദേഹത്തോട് ചേർന്ന് മറ്റു സഹോദരന്മാരുടെ ശുശ്രൂഷകളും വഴി ഇതെങ്ങനെ ഒരു ധ്യാനയാത്രയായി മാറി എന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. 10 വർഷം മുമ്പേ പാലായിൽ ഒരു മരിയൻ ധ്യാനം 5 ദിവസത്തെ നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട ബ്രദർ വർഗീസ് മാവേലിക്കര വന്നൊരു മരിയനെ പറ്റിയുള്ള ക്ലാസ് എടുക്കുന്നു. ആ ക്ലാസ്സിൽ എനിക്കൊരു പ്രചോദനം വരുന്നു. നമ്മൾ ഈ പാലായിലുള്ളവർ എന്തുകൊണ്ട് അമ്മയുടെ അടുക്കൽ ഒരു ആത്മീയ യാത്ര അറേഞ്ച് ചെയ്ത് കൂടാ. അങ്ങനെ ഞാനത് അന്ന് വൈകിട്ട് തന്നെ ബ്രദറുമായിട്ട് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് അങ്ങനെയാണ്. അങ്ങനെ ഞങ്ങൾ എൻ്റെ പ്രിയ സഹോദരങ്ങളായ ടോമി ബ്രദറിനോടും ജോയ് ബ്രദറിനോടും ഈ കാര്യം അന്ന് അവർ ടോമി ബ്രദർ ഒരു വണ്ടി പാലാക്കാരുടെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അദ്ദേഹത്തിനോട് പറഞ്ഞു അച്ഛാ ഇത് നല്ലൊരു കാര്യമാണ്, ഞാൻ അതിനെപ്പറ്റി അന്ന് 20 പേരുടെ യാത്രയ്ക്കുള്ള ഒരു വണ്ടിയാണ് ഞങ്ങൾക്ക് പാലായിൽ നിന്ന് ആദ്യം കിട്ടുന്നത്. അതിൽ ഞങ്ങൾക്ക് ഏതാണ്ട് 15 പേരെ അന്ന് കിട്ടിയുള്ളൂ. ബാക്കി നഷ്ടമോ ലാഭമോ എന്നുള്ളതൊന്നും അല്ല. അവിടെ ഈ ഒരു ട്രിപ്പ് പാലായിൽ നിന്ന് വെക്കണമെന്നുള്ള ഒരു നിയോഗം വന്ന പോലെ അന്ന് പറയുകയും അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് വേളാങ്കണ്ണി വരികയും വേളാങ്കണ്ണിയിൽ നിന്ന് എൻ്റെ സഹോദരങ്ങളായ ടോമി പല പ്രാവശ്യവും ഇവിടെ വരുന്നതുകൊണ്ട് വേളാങ്കണ്ണി തന്നെ മാതാവിൻ്റെ നാമത്തിലുള്ള പല പള്ളികളുണ്ടെന്ന് അന്നാണ് ഞാൻ കൂടുതലായിട്ട് അറിയുന്നത്. ഈ ട്രിപ്പ് ഇപ്പോൾ 57ാമത്തെ പ്രാവശ്യമാണ്. ഇന്നിപ്പോൾ എൻ്റെ ഭാര്യയും എൻ്റെ 2 കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഒരു മകൾ വിവാഹിതയാണ്. അവർക്ക് 2 പിള്ളേരുമായിട്ട് എറണാകുളത്ത് ഭർത്താവുമായിട്ട് സസുഖം വാഴുന്നു. ഞങ്ങളുടെ കുടുംബം ഇതാണ്. നിങ്ങളും പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണം. ഈ യാത്ര അനുസ്യൂതം ഇത് വളർന്ന് വലുതാകാൻ വേണ്ടി നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന ആവശ്യമുണ്ട്. ചെറിയ സമൂഹമായി ആരംഭിച്ച ഈ യാത്ര 57ാം തവണയും തുടരുമ്പോൾ നിരവധി ആത്മീയ ഭൗതിക അനുഗ്രഹങ്ങളുടെ അനുഭവങ്ങൾ ഇവർക്ക് പങ്കുവയ്ക്കുവാനുണ്ട്. കർത്താവ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ചെയ്ത നിരവധി അത്ഭുതങ്ങളുടെ പരമ്പരകൾ ഈ തീർത്ഥാടനത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ 57 പ്രാവശ്യമായി അനേക അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മയിൽ കൂടി ലഭിക്കുകയും പരിശുദ്ധ സഭ അമ്മയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യത്തെക്കുറിച്ചും പരിശുദ്ധ മാതാവിൽ കൂടി യേശുവിലേക്കുള്ള ഒരു യാത്രയാണ് ഈ തീർത്ഥാടനത്തിൻ്റെ പ്രധാനമായ ഉദ്ദേശം. അതിൽ കൂടി അനേക അനുഗ്രഹങ്ങൾ ഈ വരുന്ന മക്കൾക്ക് ലഭിക്കുന്നുണ്ട്. ഏകദേശം 17ഓളം മാരകമായ ക്യാൻസർ രോഗികൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ സൗഖ്യപ്പെടുകയും 128ഓളം മക്കളില്ലാത്ത ദമ്പതിമാർക്ക് മക്കളെ കൊടുക്കുകയും അനേക രോഗശാന്തികൾ നടക്കുകയുണ്ടായി. ഇത് വളരെ അനുഗ്രഹമായി തീരുന്നത് തുടർന്നുള്ള സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ബോധ്യമങ്ങളാവും. പ്രകൃതി മനോഹരമായ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ മനം കുളിർക്കെയുള്ള കാഴ്ചകളോടൊപ്പം ഹൃദയം നിറയുന്ന ദൈവസ്നേഹത്തിൻ്റെ അനുഭവങ്ങളും ഇവർ സ്വന്തമാക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിയുള്ള ഈ തീർത്ഥാടനം 2000 ആണ്ടിലാണ് ഞങ്ങൾ ആരംഭിച്ചത്. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മ നൽകിയ ഒരു വലിയ പ്രചോദനമാണ് ഈ തീർത്ഥാടനം ഞങ്ങളെ പ്രേരിപ്പിച്ചത്. ഇതിൻ്റെ ആത്മീയ പിതാവും ഗുരുവും പാലാരൂപതയിലെ ഫാദർ പോൾ നായ്ക്കരക്കുടിയച്ചനാണ്. അച്ഛൻ്റെ മാതൃഭക്തിയും അച്ഛൻ്റെ തീർത്ഥാടനത്തിനെ കുറിച്ചുള്ള വലിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യങ്ങളും ചിന്തകളുമാണ് ഈ തീർത്ഥാടനത്തിലേക്ക് എന്നെയും ടോമിയെയും ആകർഷിച്ച് കൂട്ടിക്കണമെന്ന്. ആദ്യം ഞങ്ങൾ 13 പേരടങ്ങുന്ന ഒരു തീർത്ഥാടന ഗ്രൂപ്പാണ് ചക്കാമ്പഴ പാലാരൂപതയിലുള്ള ചക്കാമ്പഴ ഇടവകയിൽ നിന്നും യാത്ര തിരിച്ചത്. അങ്ങനെ ഞങ്ങൾ തുടർന്ന് ഓരോ വർഷത്തിലും ഒരു പ്രാവശ്യമെങ്കിലും വേളാങ്കണ്ണിക്ക് പോകുമായിരുന്നു. അങ്ങനെ ആത്മീയ പിതാവായ ടോമച്ചന് ഞങ്ങളിപ്പോൾ ഇത് 57ാമത്തെ ട്രിപ്പ് ഞങ്ങളിപ്പോൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ലക്ഷ്യം പരിപൂർണമായി ഞങ്ങൾ പരിശുദ്ധ അമ്മയിലൂടെ പരിശുദ്ധ കുർബാനയിലേക്ക് അനേക മക്കളെ കൂട്ടിക്കൊണ്ടുവരിക, പരിശുദ്ധ കുർബാന കൂടുതൽ ഓരോ മക്കളും ബലിവേദിയിലേക്ക് കടന്നു വരുന്നവരായി തീരുക. ആ ഒരു ഉദ്ദേശം വിശുദ്ധീകരണമാണ് ഈ തീർത്ഥാടനത്തിന് ഞങ്ങൾ കൂടുതൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലുള്ള കുഴപ്പങ്ങളും ഉണ്ടാകാതെ ഒരു കുറവുകളും ഉണ്ടാകാതെ പരിശുദ്ധ അമ്മ ഈ തീർത്ഥാടനത്തെ വളരെ ഭംഗിയായി കൂട്ടിക്കൊണ്ടു പോകുന്നു.
ഈ യാത്ര ആദ്യമായി എത്തിച്ചേരുന്നത് പട്ടുമല തീർത്ഥാടന ദേവാലയത്തിലാണ്. ഇടുക്കി ജില്ലയിലെ പീരുമേടിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയം സ്ഥാപിച്ചത് 1965 ഫ്രാൻസിസ്കൻ സന്യാസ സഹോദരന്മാരാണ്. മരിയ ഭക്തി പുലർത്തിയിരുന്ന ഇവർ ദൈവജനത്തെയും മരിയ ഭക്തരാക്കി മാറ്റി. 1988 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഈ ദേവാലയത്തെ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. 1997 പുതുക്കിപ്പണിത ഈ ദേവാലയ പരിസരത്ത് 2008 മാർച്ച് 9 മാതാവ് പ്രത്യക്ഷപ്പെടുകയും തുടർന്ന് വലിയ ഭക്തജന പ്രവാഹം ആരംഭിക്കുകയും ചെയ്തു. സെപ്റ്റംബർ 8 മാതാവിന്റെ ജനന തിരുനാൾ ദിവസം തന്നെയാണ് ഇവിടെ തിരുനാൾ കൊണ്ടാടുന്നത്. എല്ലാവർക്കും പരിശുദ്ധ പട്ടുമല മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ എല്ലാ ഭക്തർക്കും അമ്മയെ തേടിയെത്തിയിരിക്കുന്നതായ എല്ലാവർക്കും അമ്മയുടെ ആശംസകളും അനുഗ്രഹങ്ങളും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഇവിടെ സേവനം ചെയ്തിരുന്നതായ ബ്രദേഴ്സ് ഈ ജനങ്ങളുടെ മരിയ മാതാവിനോടുള്ള ഭക്തിയെ മനസ്സിലാക്കി ഒരു മരിയ ഭക്തി ഉണ്ടാകുന്ന രീതിയിലുള്ളതായ ഒരു സെൻറ്റർ തുടങ്ങുന്നതിനുള്ളതായ ആഗ്രഹം പ്രകടിപ്പിക്കുകയും അന്നത്തെ വിജയപുരം രൂപതയിലെ മെത്രാൻ കൊർണേലിയോസ് ഇലഞ്ഞിക്കൽ പിതാവ് അതിനുള്ളതായ അനുഗ്രഹവും അനുവാദവും നൽകുകയും അങ്ങനെ ആശ്രമത്തിനോട് ചേർന്ന് ഒരു ചാപ്പലിൽ മാതാവിൻ്റെ രൂപം പ്രതിഷ്ഠിക്കുകയും അതോടൊപ്പം തന്നെ ഈ KK റോഡിൽ, അതായത് മെയിൻ റോഡിൽ ചേർന്ന് ഒരു കുരിശടി സ്ഥാപിക്കുകയും ചെയ്തു. ഈ കുരിശടിയിൽ സ്ഥാപിച്ചിരിക്കുന്നതായ മാതാവിൻ്റെ അടുത്തും അതോടൊപ്പം തന്നെ ആശ്രമ ദേവാലയത്തിൽ സ്ഥാപിച്ചിരിക്കുന്നതായ മാതാവിൻ്റെ അടുത്തും ദിവസേന ധാരാളം ഭക്തർ വരുന്നതായി നമുക്ക് കാണുകയും അങ്ങനെ ഈ പ്രദേശവാസികൾക്ക് ഏറ്റവും അമ്മയുടെ അനുഗ്രഹം തേടാനുള്ളതായ ഏക ഒരു സ്ഥലമായി മാറുകയും ചെയ്തു. ഇവിടെ ഈ പരിശുദ്ധ പട്ടുമല മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ 2008 ഒരു കുടുംബത്തിന് പരിശുദ്ധ പട്ടുമല മാതാവിൻ്റെ ദർശനം ലഭിക്കുകയുണ്ടായി. അത് ആ അനുഗ്രഹം ലഭിച്ചതിന് ശേഷം അതിൻ്റെ വാർത്ത നാട്ടിലും നമ്മുടെ പരിസര പ്രദേശങ്ങളിലും എല്ലാം പ്രചരിക്കുകയും അങ്ങനെ ധാരാളം ജനങ്ങൾ ദിവസേന വന്ന് അനുഗ്രഹം യാചിക്കുന്നു നമുക്ക് കാണാം. അങ്ങനെ ധാരാളം ഭക്തർ ഇവിടെ കടന്നു വരുന്നുണ്ട്. അവർക്കെല്ലാവർക്കും പരിശുദ്ധ പട്ടുമല മാതാവിൻ്റെ അനുഗ്രഹവും അവർക്ക് എപ്പോഴും അവരുടെ കുടുംബത്തോട് ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. ജപമാല ചൊല്ലി ദേവാലയത്തിൽ പ്രവേശിക്കുന്ന തീർത്ഥാടക സമൂഹം ദൈവാരാധനയുടെ നിമിഷങ്ങളിലേക്ക് കടന്നു പോകുകയാണ്. വ്യക്തിപരമായ നിയോഗങ്ങൾ ഇവിടെ ആദ്യമായി സമർപ്പിക്കുന്നു. തങ്ങളുടെ ജീവിതാവശ്യങ്ങളുടെ മേൽ ദിവ്യകാരുണ്യനാഥനായ യേശുവിൻ്റെ സാന്നിധ്യം കടന്നുവരുമ്പോൾ അനേക അത്ഭുതങ്ങൾ ഇവിടെ സംഭവിക്കുന്നു. തീർത്ഥാടകർ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയുന്നു. 1 മണിക്കൂറോളം നീണ്ടുനിൽക്കുന്ന ദൈവാരാധനയിൽ പട്ടുമല മാതാവിൻ്റെ മധ്യസ്ഥ ശക്തിയും പ്രകടമാകുമ്പോൾ തീർത്ഥാടനം അർത്ഥസമ്പുഷ്ടമാകുന്നു. പട്ടുമല കേന്ദ്രത്തിൽ വന്നപ്പോൾ, തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിയപ്പോൾ ഞാൻ അവിടെ പറഞ്ഞു, എനിക്ക് അച്ഛൻ ചോദിച്ചു, മുട്ടുകുത്താൻ പ്രയാസമുള്ളവരാരാണ്? ഞാൻ പറഞ്ഞു, എനിക്ക് മുട്ടുകുത്താൻ കുറേ വർഷങ്ങളായിട്ട് എനിക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ ഇപ്പോഴൊന്ന് മുട്ടുകുത്തി നോക്കിക്കേ എന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞാൻ പയ്യെ എനിക്ക് പറ്റുമോയെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, പക്ഷേ എനിക്ക് മുട്ടുകുത്താൻ സാധിച്ചു. അത് അമ്മയുടെ വലിയൊരു അനുഗ്രഹമായിട്ട്, അമ്മയുടെ സഹായമായിട്ട്, മധ്യസ്ഥതയായിട്ട് ഞാൻ കരുതുകയാണ്. 1-ാം ദിവസത്തെ ശുശ്രൂഷ സമാപിക്കാറായി. നമ്മളിനിയും വേളാങ്കണ്ണിയിലേക്ക് യാത്ര ചെയ്യുകയാണ്. സാധാരണ ആളുകൾ വോൾവോ ബസ്സിൽ സുഖമായി യാത്ര ചെയ്ത് വേളാങ്കണ്ണിയിലേക്ക് എത്തുന്നു. പക്ഷേ നമ്മൾ യാത്ര ചെയ്യുന്നത് സാധാരണ ബസ്സിലാണ്. പരിമിതികളേറെയുള്ള ഈ ബസ്സിലെ യാത്ര തന്നെയാണ്
നാളെ ലഭിക്കുവാൻ പോകുന്ന വലിയ അഭിഷേകത്തിൻ്റെ അടിസ്ഥാനമായി മാറുക. അപ്പോൾ ഈ യാത്രയിലേക്ക് നിങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. 10 മണി വരെ ദീർഘിക്കുന്ന വചന ശുശ്രൂഷ തുടരുകയാണ്. ഈ ദിവസത്തെ സമാപന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ശുശ്രൂഷകൾ സമാപിപ്പിച്ച് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് വിശ്രമിച്ച് നാളെ രാവിലെ ഞങ്ങൾ വേളാങ്കണ്ണിയിലെത്തുകയാണ്. അതിനുശേഷം ബാക്കി പറയാം. ലോകപ്രശസ്തമായ വേളാങ്കണ്ണി തീർത്ഥാടന കേന്ദ്രത്തിൽ പ്രഭാതത്തിൽ എത്തിച്ചേരുന്ന തീർത്ഥാടകർ വിശ്രമത്തിനായി സമയം ചെലവഴിക്കുന്നു. ദിവസം തോറും അനേകം ഭക്തജനങ്ങൾ ഈ മാതൃസന്നിധിയിൽ തങ്ങളുടെ ജീവിതത്തിൽ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി ലഭിച്ച അനുഗ്രഹത്തിന് നന്ദി അർപ്പിക്കാനും അവരുടെ നിയോഗങ്ങൾ വിശ്വാസപൂർവ്വം സമർപ്പിക്കാനും എത്തിച്ചേരുന്നു. കുഞ്ഞുങ്ങൾ ഇല്ലാത്തവർക്ക് കുഞ്ഞിനെ ലഭിക്കാൻ തൊട്ടിൽ നേർച്ചയും, വിവാഹ ജീവിതത്തിനും വിജയത്തിനുമായി താലിച്ചരട് നേർച്ചയും, ഭവനത്തിന് താഴും താക്കോലും നേർച്ചയും അമ്മയ്ക്ക് അടിമ വയ്ക്കുന്നതിൻ്റെ അടയാളമായി തലമുണ്ഡനം ചെയ്തും ഭക്തജനങ്ങൾ തങ്ങളുടെ സ്നേഹം പരിശുദ്ധ അമ്മയോട് പ്രകടിപ്പിക്കുന്നു. കുരിശിൻ്റെ വഴിയിലെ ത്യാഗപൂർണമായ മുട്ടിലിഴയുന്ന നേർച്ചകളും ഭക്തി തീവ്രതയുടെ അടയാളമായി നിൽക്കുന്നു. ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളമായി തീർത്ഥജലം സ്വന്തമാക്കാനുള്ള അവസരവും ഭക്തർക്ക് ഇവിടെ ലഭിക്കുന്നു. നിഷ്കളങ്ക ഹൃദയങ്ങൾ ഇത്തരം പ്രാർത്ഥനകൾ സമർപ്പിക്കുമ്പോൾ സ്വർഗീയ അമ്മയ്ക്ക് അവ നൽകാതിരിക്കാനാകുമോ? വേളാങ്കണ്ണിയിലെത്തുന്ന തീർത്ഥാടക സമൂഹം വിശുദ്ധ കുംഭസാരത്തിനും കൗൺസിലിംഗിനും ശേഷം വിശുദ്ധ കുർബാനയ്ക്കായി ജപമാല ചൊല്ലി ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു. തിരുമൈ നിണവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളയുഗ തുടർന്ന് കുരിശിന്റെ വഴിയിൽ പീഠാനുഭവങ്ങളെ ധ്യാനിച്ച് അനുതാപത്തോടെ ജീവിത നവീകരണത്തിന് തീരുമാനമെടുക്കുന്നു. ആത്മീയ ജീവിതത്തിന് കരുത്തു പകരുന്ന ഇത്തരം ശുശ്രൂഷകൾ നിറവേറ്റപ്പെടുമ്പോൾ തീർത്ഥാടനത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാകുകയാണ് ഇവിടെ. തുടർന്ന് സമർപ്പിക്കുന്ന ജപമാല പ്രാർത്ഥനയിൽ ബഹുമാനപ്പെട്ട വൈദികനെയും സന്യാസ സമൂഹങ്ങളെയും ഓരോ കുടുംബത്തെയും അവരുടെ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ രഹസ്യങ്ങളും സമർപ്പിച്ച് ഇവർ കടന്നു പോകുമ്പോൾ ഈ അന്തരീക്ഷം ഭക്തിസാന്ദ്രമാകുന്നു. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അമ്മയോട് ഹൃദയം നുറുങ്ങി ഭക്തർ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളൊക്കെയും അമ്മയുടെ മാധ്യസ്ഥം വഴി ദൈവം നൽകുമെന്ന ഉത്തമ വിശ്വാസത്തോടെ തീർത്ഥാടകർ നീങ്ങുമ്പോൾ ഈ യാത്ര അനുഗ്രഹയാത്രയാകുന്നു. ഈ ജപമാല സമർപ്പണത്തിൻ്റെ അവസാനം എല്ലാ ഭൂഖണ്ഡങ്ങളെയും സമർപ്പിച്ച് അത്ഭുത ജപമാല കൈകളിലേന്തി ഒറ്റ സമൂഹമായി ഇവർ പ്രാർത്ഥിക്കുമ്പോൾ
തങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെക്കാൾ ഉപരി ലോകം മുഴുവനും വേണ്ടിയുള്ള ഒരു മധ്യസ്ഥ പ്രാർത്ഥനയായി ഈ തീർത്ഥാടനം മാറുകയാണ്. ഇത്തരം ആത്മീയ ശുശ്രൂഷകൾ തീർത്ഥാടനത്തിൽ ഉൾച്ചേരുമ്പോഴാണ് സ്വർഗീയ അനുഗ്രഹങ്ങളെ സ്വന്തമാക്കാൻ കഴിയുകയുള്ളൂവെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. എൻ്റെ പേര് ലക്ഷ്മി, ഇതെൻ്റെ അമ്മ ബീന. എനിക്കൊരു അനിയത്തി കൂടിയുണ്ട്. എനിക്ക് 3.5 വർഷത്തോളമായിട്ട് ഭയങ്കര വയറുവേദനയൊക്കെ ആയിരുന്നു. അപ്പോൾ ആദ്യം അപ്പൻഡീസ് ആണെന്ന് കരുതിയിട്ട് അതിൻ്റെ ഓപ്പറേഷൻ ചെയ്തു. പക്ഷേ അതിനുശേഷം 1 മാസം എനിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. 1 മാസത്തിന് ശേഷം പിന്നെയും ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വേദന ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 6 മാസത്തിന് ശേഷം വീണ്ടും ഒരു ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്തു. അത് കുടലിൽ ദശ ഒട്ടുന്നതെന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്. അതിനുശേഷം 1 മാസം എനിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അതിനുശേഷം വീണ്ടും വേദന കൂടാൻ തുടങ്ങി. പിന്നെ ആണെങ്കിൽ അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഓവറി സിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ലക്ഷോർ ഹോസ്പിറ്റലിൽ ഒരു സർജറി ചെയ്തു. അപ്പോഴും 1 മാസം എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ ആശുപത്രിയിലായിരുന്നപ്പം അവിടെ ആശുപത്രിയിലുണ്ടായിരുന്ന ഒരു ആൻറ്റി എനിക്ക് ഒരച്ഛനെ പരിചയപ്പെടുത്തി തന്നു. അങ്ങനെ ഞാനും അമ്മയും കൂടെ പോയി അച്ഛനെ കണ്ടു, സംസാരിച്ചു. പിറ്റേ ദിവസം ഞാൻ ഇതുപോലെ ആശുപത്രിയിലായിരുന്നപ്പം എന്താണെന്നറിയത്തില്ല, അച്ഛൻ ആ കറക്റ്റ് സമയത്ത് തന്നെ വിളിച്ചു വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, വേളാങ്കണ്ണിയിൽ ഒരു ധ്യാനമുണ്ട്, ഞങ്ങളെല്ലാവരും പോകുന്നുണ്ട്, മോള് ഉറപ്പായിട്ടും വരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, എനിക്ക് വരാൻ പറ്റത്തില്ല, ഞാൻ ഹോസ്പിറ്റലിലാണ്, എനിക്ക് ഒട്ടും വയ്യച്ചാന്ന് പറഞ്ഞായിരുന്നു. പറഞ്ഞു അതൊന്നും സാരമില്ല, മോൾക്ക് വരാൻ പറ്റും, നീ വരണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ ഞാനും അമ്മയും കൂടെ പോയി. അപ്പോൾ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ ട്രിപ്പ് ഇട്ട് കിടക്കാം. ട്രിപ്പ് പകുതിക്ക് വെച്ച് നിർത്തിയിട്ടാണ് ഞങ്ങൾ പോയത്. അവിടെ ചെന്നപ്പോൾ അച്ഛൻ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ ചെന്നു, വേളാങ്കണ്ണി മാതാവിനെ കണ്ടു, പ്രാർത്ഥിച്ചു. അച്ഛൻ എനിക്ക് മാതാവിൻ്റെ അടുത്തു നിന്നുള്ള കുറച്ച് വെള്ളം തന്നായിരുന്നു. അത് കുടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഛർദ്ദിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഇപ്പം വരെ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. ഇപ്പം എനിക്ക് പഴയതിലും നല്ല സന്തോഷമുണ്ട്. എന്തോ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ എനിക്ക് ഒട്ടും വേദനയില്ല. എൻ്റെ മോള് പറഞ്ഞതുപോലെ അവൾക്ക് 3.5 വർഷത്തോളമായിട്ട് അസുഖങ്ങൾ തുടങ്ങിയതാണ്. ഹോസ്പിറ്റലിലൊക്കെ കയറി ഇറങ്ങി ഒരുപാട് കാശ് പോയി. കാശ് പോകുന്നതല്ലാതെ ഒരു പ്രയോജനവും ഇല്ല. ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ച ഒരു നിമിഷങ്ങളായിരുന്നു അത്. ഞങ്ങൾ വേളാങ്കണ്ണി പോയി മാതാവിനോട് പ്രാർത്ഥിച്ചു. എല്ലാ സ്ഥലത്തും പട്ടുമലയും എല്ലാ സ്ഥലത്തും പോയി പ്രാർത്ഥിച്ചു. ഞാൻ റൂമിൽ വന്നതിന് ശേഷം, അവളെയും കൊണ്ട് റൂമിൽ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞിരുന്നു, ഇനി നിനക്കൊരമ്മയെ ലഭിച്ചു, എന്നേക്കാളിലുപരി നല്ലൊരു മാതാവിനെ നിനക്ക് ലഭിച്ചിട്ടുണ്ട്. നിൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം നീ മാതാവിനോട് മാത്രം പറഞ്ഞാൽ മതി. നിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും മാതാവ് സാധിച്ചു തരും. മാതാവിൻ്റെ വഴി നടത്തലുകൾ ഭക്ഷണ ശുശ്രൂഷയിലും പ്രകടമാകുന്നു എന്നതാണ് ഈ ധ്യാനയാത്രയെ അനുഗ്രഹപ്രദമാക്കി മാറ്റുന്ന മറ്റൊരു പ്രത്യേകത. രുചികരമായ ഭക്ഷണം എളുപ്പത്തിൽ പാകം ചെയ്യാൻ മാതാവിൻ്റെ പ്രത്യേക സഹായം ഇവർക്ക് ലഭിക്കുന്നുവെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. ഉദരസംബന്ധമായ രോഗങ്ങളും അലർജി രോഗങ്ങളും സൗഖ്യപ്പെടുന്നത് ഇതിൻ്റെ തെളിവാണ്. മാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥമാണ് യാതൊരു തടസ്സവും കൂടാതെ ഈ ശുശ്രൂഷ പൂർത്തിയാക്കാൻ ഇവരെ സഹായിക്കുന്നത് എന്ന് ഇവർ കൃതജ്ഞതയോടെ ഓർക്കുന്നു. പരിശുദ്ധ അമ്മയുടെ നിർദ്ദേശപ്രകാരം ഇതിൻ്റെ ഭക്ഷണ കാര്യങ്ങൾ അമ്മ എന്നെയാണ് ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്. ഭക്ഷണം നല്ല രീതിയിലുള്ള ഭക്ഷണം എല്ലാ മക്കൾക്കും നല്ല രുചിയോടുകൂടി കഴിക്കുവാൻ കൊടുക്കാനുള്ള നിർദ്ദേശവും അതനുസരിച്ച് ഓരോ പ്രാവശ്യവും വ്യത്യസ്തങ്ങളായ ഭക്ഷണ രീതികളാണ് ഓരോ തീർത്ഥാടനത്തിലും ഉണ്ടാകുക. 57ാമത്തെ ട്രിപ്പിലും വിവിധങ്ങളായ ഭക്ഷണങ്ങളാണ് ഓരോ മക്കൾക്കും ഉണ്ടാകുക. അതിനുവേണ്ടി അലർജിയുള്ള മക്കൾ, രോഗികളായി കടന്നു വന്നിരിക്കുന്ന മക്കൾ, ഇവർക്കെല്ലാം രോഗസൗഖ്യം ഈ ഭക്ഷണത്തിലൂടെ ഒത്തിരിയേറെ മക്കൾക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന ഓരോ പ്രാവശ്യവും പ്രാർത്ഥിക്കുകയും ജപമാല ചെയ്യുകയും ചെയ്താണ് ഈ ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. ആദ്യം വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, അച്ചാറുകൾ, മോരുകറികൾ, ഇതെല്ലാം വീട്ടിലുണ്ടാക്കുന്നു ഓരോ ദിവസവും. ഇവ പ്രാർത്ഥിച്ചൊരുങ്ങി ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമ്പോൾ അമ്മയുടെ വലിയ സാന്നിധ്യം അനുഭവിക്കാൻ എല്ലാ ദിവസവും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടേതായ ആവശ്യങ്ങളും എല്ലാം ഈ ആത്മീയ യാത്ര വഴി പരിശുദ്ധ അമ്മ ഞങ്ങളുടെ ജോലി മേഖലകളിലും വരുമാന മാർഗങ്ങളിലും ഈ ആത്മീയ യാത്രയിൽ ഒത്തിരിയേറെ വർധനവ് നൽകി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഒത്തിരിയേറെ അനുഗ്രഹിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് ഞങ്ങളെല്ലാവരും ഈ മക്കൾക്ക് വേണ്ടി
ഇനിയുള്ള യാത്ര കഴിഞ്ഞ് ഭവനങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ ഇവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി 6 മാസം ഓരോ മക്കളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. 3-ാം ദിവസത്തെ ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്. ഇന്ന് രാവിലെ നമ്മൾ പൂണ്ടിമാത ബസിലിക്കയിലേക്ക് യാത്ര ചെയ്യുകയാണ്.